എൻ്റെ ഉള്ളമേ, നീ ദൈവത്തെ നോക്കി മൗനമായിരിക്ക. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ. ഇനിയും ഞാനവനെ സ്തുതിക്കും. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. ഇന്നത്തെ ശൂന്യതകൾ മാറും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. ദൈവം നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കും. നിങ്ങളുടെ രട്ടഴിച്ച ദൈവം സന്തോഷം ഉടുപ്പിക്കും. ദൈവം നിങ്ങൾക്ക് സന്തോഷം നൽകുമ്പോൾ അതാർക്കും എടുത്തു മാറ്റാൻ കഴിയാതെ വണ്ണം സന്തോഷത്തിൻ്റെ സമൃദ്ധി ആയിരിക്കും. സമാധാനത്തിൻ്റെ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി നിങ്ങളെ കാത്തിരിക്കുകയാണ്. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ദൈവപ്രവൃത്തി കാണും. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. I patiently waited for the Lord. ഞാൻ ക്ഷമയോടെ എൻ്റെ ദൈവത്തിനായി കാത്തിരുന്നു. നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. നിങ്ങൾ ദൈവത്തെയാണോ കാത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മൗനമായിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ രക്ഷിക്കുന്ന വീരനായി വെളിപ്പെട്ടു വരും. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്നെ അവൻ ഒരു പാറമേൽ നിർത്തി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും. പ്രിയപ്പെട്ടവരെ, അത് പലരും കാണും. അത്ഭുതകരമായൊരു പ്രവൃത്തി ദൈവത്തെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടുണ്ട്. നിങ്ങൾ മൗനമായിരിക്കെ, പ്രത്യാശ മുറുകെ പിടിക്ക്. രക്ഷകൻ വെളിപ്പെട്ടു വരും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.